ഒരു മീനിന്റെ പേരിൽ ഏറെ പരിഹാസം നേരിടേണ്ടി വന്ന നേതാവാണ് കൊച്ചിക്കാരനായ KV തോമസ്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒട്ടേറെ നേതാക്കൾ തോമസ് മാഷ് നൽകിയ മീൻ രുചി ആസ്വദിച്ചവരാണ്. ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ല എന്ന് മാഷ് പറയുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടം തിരുതയും അയലയും ചാളയും ഒക്കെയാണ് എന്ന് മീൻ രുചികൾ ഓർത്ത് അദ്ദേഹം പറയും. നന്നായി ഭക്ഷണം വെക്കുകയും അത് ആസ്വദിച്ച് കഴിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ KV തോമസ്. അദ്ദേഹത്തെ പലപ്പോഴും ഒരു മീനിൻ്റെ പേര് കൂട്ടി ചെല്ലപ്പേരായൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളും സഹപ്രവർത്തകർക്കും വിളിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം അതുപോലും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നയാളാണ്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നയാൾ. ഇപ്പോൾ യെച്ചൂരിയും ബേബി സഹാവും കൊടിയേരിയൊക്കെ എൻ്റെ ബന്ധം ലീഡർക്ക് പോലും ഞാൻ അന്നേരം ലീവ് വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുക. അതുകൊണ്ടാണ് എൻ്റെ തിരുതത്തോമ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ തിരുത കൊടുത്തിട്ടൊന്നും ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അത് അവനവൻ്റെ ഒരു താല്പര്യമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇപ്പം എനിക്കൊന്ന് ദിവാകരൻ്റെ ഒരു തമാശയായിട്ട് പറഞ്ഞു, എൻ്റെ അപ്പുറത്തേക്ക് അത് കാണണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊച്ചിയുടെ മീനാണ് തിരുത. തുറമുഖത്തിനടുത്തു നിന്ന് കിട്ടുന്ന തിരുതയുടെ രുചി ഒന്ന് വേറെ തന്നെയാണെന്ന് കുമ്പളങ്ങിക്കാരനായ തോമസ് മാഷ്. കൊച്ചിയുടെ തിരുത എന്ന് പറയുന്നതാണ് ഏറ്റവും ടേസ്റ്റുള്ള. ഇന്ദിരാഗാന്ധിക്കൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത് ആ തിരുതയാണ്. ഈ മാഷിനെ ഈ പേര് പറഞ്ഞ് പലരും തമാശയായിട്ടൊക്കെ കളിയാക്കി. അപ്പം ഞാൻ തിരുത കൊടുക്കാറുണ്ട്. ഇവർ പറഞ്ഞ പോലെ തിരുത കൊടുത്തിടന്നുള്ള കാര്യം എന്ന് പറയും. ഇവിടുന്ന് ചെമ്മീൻ കൊടുക്കാറുണ്ട്, ക്രാബ് കൊടുത്തേക്കാറുണ്ട്. പല മീനുകൾ സോണിയാജിക്ക് ട്യൂണ ഇഷ്ടമായിരുന്നു, അത് ഇവിടുന്ന് കൊണ്ടേ കൊടുക്കാറുണ്ട്. അത് സോണിയാഗാന്ധിക്ക് മറ്റൊത്തിരി നേതാക്കന്മാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ്. ഇന്ദിരാഗാന്ധിക്ക് തിരുതയുടെ മുട്ട പ്രത്യേകമായി നൽകിയിരുന്ന കാലം. ഒട്ടേറെ നേതാക്കളെ കൊച്ചിയുടെ മീൻ രുചി ഊട്ടിയിട്ടുണ്ട് തോമസ് മാഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അയില, ചാള, കടൽ മത്സ്യങ്ങൾ, പിന്നെ കരിമീനാണ്. കരിമീൻ പൊള്ളിച്ചതാണ്. ഞാൻ എൻ്റെ കഥകളിൽ എഴുതിയിട്ടുണ്ട്, കുമ്പളങ്ങി കഥകൾ എഴുതിയിട്ടുണ്ട്. കരിമീൻ പൊള്ളിച്ചത് തിരുതയാണ്. കുമ്പളങ്ങി ഈ കേരളത്തിൽ കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രധാനം. കാരണം തുറമുഖത്തുനിന്ന് പിടിക്കുന്ന തിരുത അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി വരുമ്പോൾ തന്നെ ആ തിരുത മുട്ട നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാറുണ്ട്. നല്ല നെയ്യുണ്ടെന്നതാണ് തിരുതയുടെ സവിശേഷത. പാലു ചേർത്ത് നല്ല എരിവിൽ മുക്കി നല്ലപോലെ ചാറാക്കി, അങ്ങനെ പല വിധത്തിൽ തിരുത വെന്തുമറിയുമെന്ന് മാഷ്. വളരെ ടേസ്റ്റാണ്. അത് എല്ലാ തിരുതയ്ക്കും ഇല്ല, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി തിരുതയ്ക്കാണ്. അത് നെയ്യുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ നെയ്യ് വെച്ചുകൊണ്ട് ഇടി പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കും. പാല് കറിയുണ്ട്, എരിവുള്ള പിന്നെ ചാറ് കറിയുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അമ്മയുടെ മൺചട്ടിയിലെ ചെമ്മീനുലർത്ത് ആ രുചിയോർമ്മ ഇന്നും നാവിൽ നിറയുന്ന പോലെ. അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെമ്മീൻ ഉലത്തും ഈ മൺചട്ടിയിൽ. എന്നിട്ട് ഉലത്തിയിട്ട് അതെടുത്ത് മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് ചൂട് ചോറിടും. ഒരല്പം വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് അമ്മ അത് പുരട്ടിത്തരും. അതാണിപ്പോൾ മീൻ പുരട്ടലെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ കറിക്കൊരു ഒരു സ്മെല്ലുണ്ട്, ഈ പച്ച വെളിച്ചെണ്ണ ഇടുന്നത്. മുമ്പ് തിരുതിയുടെ പേരിൽ മാഷിനെ പരിഹസിച്ചവർ ഇന്ന് അദ്ദേഹത്തെ തോളിലേറ്റുന്നു. അന്ന് ചേർത്ത് പിടിച്ചവർ ഇന്ന് പരിഹാസമൊരുക്കുന്നു. ചുട്ടെടുത്ത മീനുകളുണ്ട്, വരാല് തന്നെ പലതരത്തിൽ ഇതുണ്ട്. അത് ജീവനോട് കിട്ടുന്ന വരാലല്ലേ, അതെടുത്ത് തന്നെ അതിൻ്റെ തൊണ്ട് പൊട്ടാതെ ആ അകത്തുനിന്ന് എല്ലും മുള്ളും ദശയെ മാറ്റിയിട്ട് പിന്നെ സ്പൈസസ് ചേർത്ത് വീണ്ടും റീസ്റ്റഫ് ചെയ്യും. എന്നിട്ട് ഓവനിൽ വെച്ച് ചുട്ടെടുക്കും. ഉപ്പും മുളകും കറിക്കൂട്ടുകളും എല്ലാം ചേർന്ന തിരുതക്കരയുടെ രുചിമേളം മാഷിൻ്റെ അടുത്ത പുസ്തകത്തിലും ഉണ്ടാകും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.